വിവേകിന്റെയും ശ്രദ്ധയുടെയും കല്യാണം കഴിഞ്ഞിട്ട് കുറച്ചു ദിവസങ്ങളേ ആയുള്ളൂ. ഇന്ന് അവർ രണ്ടുപേരും അവരുടെ ഹണിമൂൺ ആഘോഷിക്കാനായി ഹോട്ടലിലേക്ക് പോവുകയാണ്. വിവേക്, ഹോട്ടൽ ഇനിയും എത്ര ദൂരെയാണുള്ളത്? ഏകദേശം ഒരു 56 കിലോമീറ്റർ ഉണ്ടാവും. നമ്മൾ കറക്റ്റ് സമയത്ത് എത്തുമെന്ന് തോന്നുന്നു. ക്ലൈമറ്റ് വളരെ മോശമാണ്. മഴ പെയ്താൽ എന്തു ചെയ്യും? ശ്രദ്ധ അത് പറഞ്ഞതും തന്നെ ഇടിമിന്നൽ വെട്ടാൻ തുടങ്ങി. ഉടനെ മഴയും പെയ്തു. വേറെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവല്ലോ, ഇല്ലെങ്കിൽ അതും സംഭവിച്ചിട്ടുണ്ടാവും. കണ്ടില്ലേ, നീ ഇപ്പോഴാണ് പറഞ്ഞത്. അതിനുള്ള മഴയും പെയ്യാൻ തുടങ്ങി. അങ്ങനെയൊന്നുമില്ല. ക്ലൈമറ്റ് അല്ലെങ്കിൽ മോശമായിരുന്നു. ക്ലൈമറ്റ് കണ്ടാൽ മഴ പെയ്യാൻ പോകുന്നെന്ന് ആർക്ക് വേണമെങ്കിലും പറയാം. രണ്ടുപേരും തമാശ പറഞ്ഞുകൊണ്ട് ചിരിച്ചുകൊണ്ട് വളരെ സന്തോഷത്തോടെ യാത്ര ചെയ്തു. ഈ കാണുന്ന ഹോട്ടലിലാണ് വിവേക് അവർക്ക് വേണ്ടി റൂം ബുക്ക് ചെയ്തിരുന്നത്. പക്ഷേ മഴ തുടർന്ന് പെയ്തുകൊണ്ടേയിരുന്നു. പിന്നെ പെട്ടെന്ന് പെട്രോളും എൻഡിങ് പോയിന്റ് എന്ന് കാണിക്കാൻ തുടങ്ങി. ഓ മൈ ഗോഡ്, എങ്ങനെ ഈ ഫ്യൂൽ ഇത്രയും പെട്ടെന്ന് തീരുന്നത്? നമ്മൾ അവിടെ നിന്ന് തിരിക്കുന്നതിന് മുമ്പേ നിങ്ങൾ അത് ചെക്ക് ചെയ്തില്ലേ? ഞാൻ ചെക്ക് ചെയ്തിരുന്നു, പക്ഷെ ഇത് തീരാൻ പോകുന്നുണ്ടല്ലോ. വിവേക് ഇത് കണ്ട് ഒരുപാട് അതിശയിച്ചു പോയി. കാരണം അവൻ ടാങ്ക് ഫുൾ ചെയ്തതാണ്. പിന്നെ എങ്ങനെയാ പെട്ടെന്ന് ഇങ്ങനെ ടാങ്ക് തീർന്നതെന്ന് അവൻ ആലോചിച്ചു. തുടർന്ന് 5 നിമിഷമായതും അവന്റെ കാറ് നിന്നുപോയി. എന്തുപറ്റി? ഫ്യൂൽ തീർന്നു പോയല്ലോ. ഇപ്പൊ നമ്മൾ എങ്ങനെ ഹോട്ടലിലേക്ക് പോവുക? അല്ല, ഇവിടെ എതിരിൽ ഒരു ഹോട്ടലുണ്ട്, നോക്കൂ. ശ്രദ്ധ ആ ഹോട്ടലിനെ കൈ ചൂണ്ടിക്കാണിച്ചു. ആ ഹോട്ടൽ അവർക്ക് തൊട്ടരികിലായിരുന്നു. ഹോട്ടൽ മിലാഞ്ച്. ആ പേര് വായിച്ചതും തന്നെ വിവേക് ആകെ പേടിച്ചു വിറച്ചതുപോലെ തോന്നി. കണ്ടോ, ഈ ഹോട്ടൽ വളരെ നന്നായിട്ടുണ്ടല്ലേ. ഇന്ന് രാത്രി ഇവിടെ തന്നെ തങ്ങാം. നാളെ രാവിലെ ചെക്കൗട്ട് ചെയ്യാം. വിവേക് എന്തിനാണ് ആ ഹോട്ടലിനകത്തേക്ക് പോകാൻ പരിഭ്രമിച്ചതെന്നറിയില്ല. പക്ഷെ ശ്രദ്ധ പറഞ്ഞതിനു ശേഷം അവനൊന്നും ആലോചിച്ചില്ല. പിന്നെ അതുമാത്രമല്ലാതെ അവൻ അവിടെ കഴിയുന്നതല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ലായിരുന്നു. രണ്ടുപേരും വണ്ടിയിൽ നിന്നും ഇറങ്ങി മഴയിൽ നനയാതെ ഓടിച്ചെന്ന് ആ ഹോട്ടലിനകത്തേക്ക് കയറി. റിസപ്ഷനിൽ നിന്നും അവർക്ക് റൂം നമ്പർ 108ന്റെ താക്കോൽ ലഭിച്ചു. വേറെ റൂം ഏതില്ലേ? എന്തിനാ 108 റൂം ഞങ്ങൾക്ക് തരുന്നത്? അല്ല, എന്തുപറ്റി നിങ്ങൾക്ക്? റൂം നമ്പർ 108ൽ എന്താണുള്ളത്? എന്തിനാ നിങ്ങൾ ഇങ്ങനെ പേടിക്കുന്നേ? അത് ഞാൻ എന്തോ പറയാൻ വന്ന വിവേക് അത് നിർത്തി. പിന്നെ ശ്രദ്ധ റിസപ്ഷനിസ്റ്റിന്റെ കയ്യിൽ നിന്നും താക്കോൽ വാങ്ങി രണ്ടുപേരും റൂമിനെ നോക്കി നടന്നു. അവരകത്തേക്ക് കയറിയതും, വാവ്, ഈ റൂം കാണാൻ വളരെ നന്നായിട്ടുണ്ട്. ആദ്യം കഴിക്കാൻ എന്തെങ്കിലും ഓർഡർ ചെയ്യാം. എനിക്ക് നന്നായിട്ട് വിശക്കുന്നു. ഇത് പറഞ്ഞിട്ട് ശ്രദ്ധ ഫോൺ റിസീവർ എടുത്തു. എന്നിട്ട് റൂം സെർവറിന്റെ കയ്യിൽ ഓർഡർ നൽകി. ഹലോ, റൂം സർവീസ്. ഞാൻ റൂം നമ്പർ 108ൽ നിന്നാണ് സംസാരിക്കുന്നത്. നിങ്ങളടുത്ത് കോണ്ടിനെന്റൽ ഫുഡിൽ എന്തൊക്കെയാണുള്ളത്? അവർ ശ്രദ്ധയോട് മെനു പറഞ്ഞു. പിന്നെ ശ്രദ്ധ തന്റെ ഓർഡർ നൽകി. പിന്നെ രണ്ടുപേരും ഡൈനിങ് ടേബിളിൽ നിന്ന് സംസാരിക്കുകയായിരുന്നു. കുറച്ചു സമയത്തിന് ശേഷം ഡോർ ബെൽ അടിച്ചു. ശ്രദ്ധ എണീറ്റ് പോയി കതക് തുറന്നു. റൂം സർവീസ് ബോയ് വന്ന് വിവേകിന്റെ മുഖം കണ്ടതും തന്നെ അവന്റെ മുഖം മാറിപ്പോയി. സർ, നിങ്ങളോ? നന്നായി നിങ്ങൾ വന്നത്. സാറിന് അറിയാലോ, ആ രാത്രിന് ശേഷം ഇവിടെ എന്തൊക്കെ സംഭവിക്കുമെന്ന് അറിയില്ലേ? ഇത് കേട്ടിട്ട് വിവേക് ആശ്ചര്യത്തിലായി. പിന്നെ ശ്രദ്ധയും ആശ്ചര്യത്തിലായി. നിങ്ങൾ എന്താ സംസാരിക്കുന്നത്? ഇത് പറഞ്ഞിട്ട് അവൾ വിവേകിനോട് ചോദിച്ചു, അദ്ദേഹം എന്താ പറയുന്നത്? നിങ്ങൾ ഇതിനു മുൻപേ ഇവിടെ വന്നിട്ടുണ്ടോ? ഇല്ല, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. നീ എന്ത് തെറ്റിദ്ധരിച്ചിരിക്കുന്നു? ഇല്ല സർ, ഞാനൊന്നും തെറ്റിദ്ധരിച്ചിട്ടില്ല. എനിക്ക് നിങ്ങൾ നന്നായിട്ട് അറിയാം. അദ്ദേഹം സംസാരിക്കാൻ വന്നത് പാതിയിൽ തന്നെ തടഞ്ഞു നിർത്തി വിവേക് അദ്ദേഹത്തോട് പറഞ്ഞു, ഭക്ഷണം തന്നല്ലോ, നീ ഇവിടെ വിട്ടോ. ഇല്ലെങ്കിൽ നിന്റെ മാനേജറോട് പറഞ്ഞേ, നിന്റെ ഓർമ്മശക്തി ഞാൻ കൂട്ടിത്തരും. ഇത് കേട്ട് അദ്ദേഹം പേടിച്ചുപോയി. അദ്ദേഹം അവിടെ തന്നെ ആഹാരം വെച്ചിട്ട് അവിടെ നിന്നും പോയി. ശ്രദ്ധ ഇത് കേട്ട് ആകെ കുഴപ്പത്തിലായി. എന്നാലും അവൾ വിവേകിനോട് ഒരു ചോദ്യവും ചോദിച്ചില്ല അതിനെക്കുറിച്ച്. പിന്നെ രണ്ടുപേരും ഒന്നിച്ച് ആഹാരം കഴിച്ചു. സർവീസ് ബോയ് അവിടെ നിന്നും തിരിച്ച് കോറിഡോർ വഴി നടന്നു പോവുകയായിരുന്നു. അപ്പോഴാണ് അവന്റെ ചെവികളിൽ ആരോ ചിരിക്കുന്ന ശബ്ദം കേട്ടത്. അവസാനം ആ നാളും എത്തിയിരിക്കുന്നു. ഈ ദിവസത്തിനു വേണ്ടിയാണ് ഞാൻ കാത്തിരുന്നത്. ഇത് കേട്ട് അദ്ദേഹം പേടിച്ചു പോയി. എന്നിട്ട് അദ്ദേഹം തിരിഞ്ഞു നോക്കി. അപ്പോൾ പുറകിൽ ആരുമില്ലായിരുന്നു. ഇപ്പൊ ഇവൻ അവിടെ വന്നു. ഇനി നീ എന്നെ പേടിപ്പിക്കുന്നത് നിർത്ത്. നീ ജീവിച്ചിരിക്കുന്നതിൽ എനിക്കൊരു പ്രയോജനവുമില്ല. നീയല്ല അവനെ ഇവിടേക്ക് കൊണ്ടുവന്നത്. ഞാനാണ് അവൻ ഇവിടെ വരാനുള്ള സാഹചര്യം ഉണ്ടാക്കിയത്. ഇനി നീ ജീവിച്ചിരിക്കുന്നതിൽ ഒരു കാര്യവുമില്ല. ഇത് പറഞ്ഞിട്ട് ആ പെൺകുട്ടി അവന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. അവളെ കാണാൻ വളരെ ഭയങ്കരമായിരുന്നു.
അവളുടെ കണ്ണുകൾ മഞ്ഞ നിറത്തിലായിരുന്നു, അവളുടെ ശരീരം നീല നിറത്തിലും. ആ! അവൻ നിലവിളിച്ചു. പക്ഷേ അടുത്ത നിമിഷം തന്നെ ആ പെൺകുട്ടി അവന്റെ കഴുത്തിലേക്ക് പിടിച്ചു. പിന്നെ അവനെ തറയിൽ നിന്നും മുകളിലേക്ക് പൊക്കി. അവന്റെ കാലുകൾ പിടഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അവന്റെ ശ്വാസം നിലയ്ക്കാൻ തുടങ്ങി. പിന്നെ ഒരൊറ്റ തിരികു കൊണ്ട് അവൾ അവന്റെ തല തിരുമി. പിന്നെ ശരീരത്തിൽ നിന്നും തല തനിച്ചെടുത്തു. ഞാൻ വന്നുകൊണ്ടിരിക്കുകയാണ് വിവേക്, ഇപ്പോൾ അടുത്തത് നീ. ആഹാരം നല്ല രുചിയായിരുന്നു. ഞാനൊന്ന് വാഷ്റൂമിലേക്ക് ചെന്നിട്ട് വരാം. ഇത് പറഞ്ഞിട്ട് ശ്രദ്ധ എണീറ്റു. എന്നിട്ട് അവൾ വാഷ്റൂമിലേക്ക് പോയി. വിവേക് ഫോൺ എടുത്ത് ആ ഹോട്ടലിലേക്ക് ഫോൺ ചെയ്തുകൊണ്ടിരുന്നു. ഏത് ഹോട്ടലിലാണോ റൂം ബുക്ക് ചെയ്തിരുന്നത് അവിടെ. ഇവിടെ നെറ്റ്വർക്ക് പോലും കിട്ടുന്നില്ലല്ലോ. എനിക്ക് എന്താ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? എന്തു പറ്റി വിവേക്? എന്തുകൊണ്ടാ നിങ്ങൾ ഇത്ര ടെൻഷനായിരിക്കുന്നത്? ഇത് കേട്ടിട്ട് വിവേക് തിരിഞ്ഞ് ശ്രദ്ധയെ നോക്കി. പിന്നീട് അവന്റെ കണ്ണുകൾ അവിടെ തന്നെ നിലച്ചുപോയി. അവർ റെഡ് കളറിലുള്ള ക്രോപ്പ് ടോപ്പും ഷോർട്ട് സ്കർട്ടും ഇട്ടിരുന്നു. ശ്രദ്ധ അവനെ നോക്കി ചിരിച്ചുകൊണ്ടിരുന്നു. വാവ്, നിന്നെ കാണാൻ തന്നെ വളരെ ഡിഫറെന്റ് ആയിട്ടുണ്ടല്ലോ. ഇത് കേട്ടിട്ട് അവന്റെ അരികിലേക്ക് അവൾ ചെന്നു. എന്നിട്ട് അവനെ ഇറുക്കി കെട്ടിപ്പിടിച്ചു. വിവേക്, നിങ്ങൾ ആരോടാ സംസാരിക്കുന്നത്? ആരെങ്കിലും ഫോൺ ചെയ്തോ? ശ്രദ്ധയുടെ ആ ശബ്ദം വാഷ്റൂമിൽ നിന്നും വന്നു. അത് കേട്ടതും വിവേക് ആകെ പരിഭ്രമത്തിലായി. അങ്ങനെ ശ്രദ്ധ ഉള്ളിലുണ്ടെങ്കിൽ ഇവളാരാണ്? ഇത് പറഞ്ഞിട്ട് ഉടനെ അവളെ വിട്ട് അവൻ ദൂരെ ചെന്നു. ആ പെൺകുട്ടി ശ്രദ്ധയല്ലായിരുന്നു. അതേ പ്രേതം, കുറച്ചു സമയത്തിനു മുൻപേ വെയിറ്ററെ കൊന്ന അതേ പ്രേതമായിരുന്നു. അവളുടെ ഭയങ്കരമായ രൂപം കണ്ട് വിവേക് പേടിച്ചു പോയി. എന്നിട്ട് അവൻ നിലവിളിച്ചു കരഞ്ഞു. അവൻ കരയുന്ന ശബ്ദം കേട്ട് ശ്രദ്ധ വാഷ്റൂമിൽ നിന്നും പുറത്തേക്ക് വന്നു. എന്നിട്ട് അവളെ കണ്ട് അവളും പേടിച്ചുപോയി. സർ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് ദിവസമായി കാത്തിരിക്കുകയായിരുന്നു സർ. ഇന്ന് ആ ദിവസം എത്തിയിരിക്കുന്നു സർ. ഇത് പറഞ്ഞിട്ട് അവൾ വിവേകിന്റെ കൈയിലേക്ക് പിടിച്ചു. എന്നിട്ട് ആ കൈ വലിച്ചു മുറിച്ചു. എന്നിട്ട് അവൾ അവന്റെ കഴുത്തിലേക്ക് പിടിച്ചു. എന്നിട്ട് അവനെ ആകാശത്തിലേക്ക് പൊക്കി. ആരാ നീ? അവൾ ട്രോളിയിലുണ്ടായിരുന്ന ഫോർക്ക് എടുത്തു. അത് വെച്ച് വിവേകിന്റെ കഴുത്തിൽ ചക് 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 എന്ന് കുത്താൻ തുടങ്ങി. അവന്റെ കഴുത്തിൽ നിന്നും രക്തം വരാൻ തുടങ്ങി. പിന്നെ വേദന കാരണം അവൻ പിടഞ്ഞു നിലവിളിച്ചു. ഞാൻ ആരാണെന്നും എന്തിനാ നിന്നെ കൊല്ലാൻ പോകുന്നതെന്നും അവളോട് പറ. ഇല്ലെങ്കിൽ ഇപ്പോൾ തന്നെ നിന്റെ അവസാനമായിരിക്കും. പറയാം, എന്നെ വിട്ടേക്ക് നേഹ. ഇവൾ എന്താണ് പറയുന്നത് വിവേക്? ഇവൾ ആരാ? ഇവൾ എന്റെ സെക്രട്ടറി ആയിരുന്നു. പേര് നേഹ. പോയ വർഷം ഞാൻ ബിസിനസ് മീറ്റിംഗ് വേണ്ടി ഇവളുടെ കൂടെ ഞാൻ ഡൽഹിയിൽ പോവുകയായിരുന്നു. ഞങ്ങൾ രാത്രി ഇവിടെ താമസിച്ചിരുന്നു. ആ നേരത്തിൽ ഞാൻ തെറ്റ് ചെയ്തിരുന്നു. എന്ത് തെറ്റാണ് ചെയ്തത്? ഇവിടെ ഡ്രിങ്ക്സ് അലൗഡ് അല്ല. പക്ഷെ ഞാൻ റൂം സർവീസ് പയ്യനെടുത്ത് കാശ് കൊടുത്ത് അന്ന് കുറെ ഡ്രിങ്ക്സ് കുടിച്ച് ഞാൻ അവളെ നശിപ്പിച്ചു. നിങ്ങൾ എത്ര മോശമായ മനുഷ്യനാണെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. രാവിലെ കണ്ണു തുറന്നു നോക്കിയപ്പോൾ ഇവൾ എന്റെ കൂടെ ബെഡിലിരുന്നിട്ട് കരയായിരുന്നു. രാത്രി എന്താ സംഭവിച്ചത് ഇവളെല്ലാം പറഞ്ഞു. പക്ഷെ ഇവളെ സമാധാനപ്പെടുത്താൻ വേണ്ടി ഞാൻ ശ്രമിച്ചിരുന്നു. ഞാൻ പറഞ്ഞു, നിനക്ക് എത്ര കാശ് വേണം ഞാൻ തരാം, പക്ഷെ ഇതൊക്കെ ഇവിടെ തന്നെ മറന്നേക്കണം. പക്ഷെ ഞാൻ പറയുന്ന ഒന്നും അവൾ കേട്ടില്ല. അവളെ കല്യാണം ചെയ്യണമെന്ന് എന്നെ ശല്യം ചെയ്തുകൊണ്ടിരുന്നു. ഇവൾ എന്റെ മുമ്പ് തന്നെ പോലീസിന് ഫോൺ ചെയ്തിരുന്നു. അപ്പോഴാണ് നേഹയുടെ ആത്മാവ് ആ ട്രോളിയിലുണ്ടായിരുന്ന കത്തി കയ്യിലെടുത്തത്. എന്നിട്ട് ആ കത്തി അവന്റെ കഴുത്തിലേക്ക് വെച്ചിട്ട് അവൾ പറഞ്ഞു, ബാക്കി പറ. ഇവൾ പോലീസിന് ഫോൺ ചെയ്യാൻ പറഞ്ഞപ്പോൾ ആ സ്ട്രഗിളിൽ ഇവളെ പിടിച്ച് ഞാൻ ഉന്തിയിട്ട് ടേബിളിൽ വീണു. ഞാൻ നോക്കിയപ്പോൾ അവൾ അവിടെ മയങ്ങി കിടക്കുകയായിരുന്നു. പിന്നെ നോക്കുമ്പോൾ കുറെ ചോരയും പുറത്തു വന്നു. ഞാൻ എന്താ വെച്ചാൽ ഹോസ്പിറ്റലിൽ ഇവളെ അഡ്മിറ്റ് ചെയ്താൽ പിന്നെ ഇവൾക്ക് ഓർമ്മ വന്നിട്ട് പോലീസിനടുത്ത് പറയുന്ന വെച്ചാൽ ഞാൻ പേടിച്ചു. അതുകൊണ്ട് ഇവളെ ഞാൻ അങ്ങനെ മരിക്കാൻ വിട്ടു. പിന്നെ റൂം സർവീസ് പയ്യനെടുത്ത് കാശ് കൊടുത്തിട്ട് അവരെ പുറത്തേക്കാനും പറഞ്ഞു. എന്നെ കുറിച്ച് ആലോചിച്ചാൽ എനിക്ക് തന്നെ നാണമാകുന്നു. നിന്നെ പോലെ ഒരുത്തനെ പ്രേമിച്ച് കല്യാണം കഴിച്ചതിന്. നീ എല്ലാം കേട്ടോ? ഇപ്പൊ ഇവന്റെ കഥ കഴിയാൻ പോവുകയാണ്. ഇത് പറഞ്ഞിട്ട് അവളുടെ കയ്യിലുണ്ടായിരുന്ന കത്തി കൊണ്ട് ഒരു വട്ടമല്ല ഒരുപാട് വട്ടം ദേഷ്യത്തോടെ അവനെ ചക് 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 എന്നവൾ കുത്തി. അവസാനം അതേ കത്തി കൊണ്ട് അവന്റെ കഴുത്ത് അവൾ മുറിച്ചു. അങ്ങനെ അവസാനം അവന്റെ കഥ കഴിഞ്ഞു. മരിച്ച ആ മനുഷ്യൻ ശ്രദ്ധയുടെ ഭർത്താവാണ്. പക്ഷേ അതിൽ ശ്രദ്ധയ്ക്ക് ഒരിറ്റുപോലും സങ്കടമില്ലായിരുന്നു. അവൾ മിണ്ടാതെ നിന്നു. നേഹയുടെ ആത്മാവ് ശ്രദ്ധയെ ശ്രദ്ധിച്ചു നോക്കി. അപ്പോൾ ശ്രദ്ധ പറഞ്ഞു, നേഹ, നിന്റെ മരണത്തിലുള്ള സത്യം ഞാൻ എല്ലാവരുടെ മുൻപിലും കൊണ്ടുവന്നിരിക്കും. എന്തുകൊണ്ടെന്നാൽ നിനക്ക് സംഭവിച്ച ഈ സംഭവം വേറൊരു പെൺകുട്ടിക്ക് സംഭവിക്കരുത്. ഇനി അങ്ങനെ ഒരിക്കലും നടക്കില്ല. ഇനി ഏതെങ്കിലും ഒരു പയ്യൻ ഏതെങ്കിലും ഒരു പെൺകുട്ടിയുടെ ജീവിതം നാശമാക്കണമെന്ന് വിചാരിച്ചാൽ
അപ്പോൾ അവന്റെ ആഗ്രഹം നിറവേറ്റാനായി ഞാൻ വീണ്ടും വരും.